അപ്പോൾ നമ്മളുടെ അടുത്ത വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട അക്കോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ BM ബെൻസ് തുടങ്ങിയ വണ്ടികളെ പിടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അക്കോർഡ്. നമ്മളുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഷാമ്പിങ് ഗോൾഡ് ടൈപ്പ് കളറാണ്. വലിയ രീതിയിൽ ഡെൻറ്റിങ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലോസി ബ്ലാക്ക്, അതായത് ഗ്ലോസി ഫിനിഷിങ്, ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് വണ്ടികളൊന്നും കാണിച്ചു തരാം. ഇതൊരു വണ്ടി, ഇത് നോർമൽ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് മാർക്ക് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വലിയ തുരുമ്പോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പാർട്സ് കിട്ടാനുള്ള ലഭ്യത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് അങ്ങനെ ബോഡി പാർട്സുകളും കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പറെല്ലാം റിമൂവ് ചെയ്ത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നോർമൽ ഡെൻ്റ് ഉണ്ട്, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പാർട്സെല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോൾ ഗ്ലാസ്സുകൾ റിമൂവ് ചെയ്യണ്, ഇൻസൈഡിലെ ഡോർ പാഡും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ഡെൻറ്റിങ് തീർത്തു. അതിനുശേഷം ബോഡി ഫില്ലർ, അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിടണ് ബാക്കിൽ. അതേപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നടന്നു. ബാക്കിലെല്ലാ പാർട്സും റിമൂവ് ചെയ്തു, ബമ്പർ റിമൂവ് ചെയ്തു. ഇവിടെ പറയുകയാണെങ്കിൽ ഈ സൈഡിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇവിടെ ഹോൾസ് വീണിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ വെൽഡിങ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ എന്നിട്ട് തുരുമ്പ് വരാത്ത രീതിയിൽ പ്രൈമർ അടിച്ച് ക്ലിയർ ചെയ്തിട്ട് ബോഡി ഫില്ലർ ഇടണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. പ്രൈമർ കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2K പ്രൈമർ ഫുള്ളായിട്ട് ഈ വണ്ടിയുമ്പോൾ അടിച്ചിട്ടുണ്ട്. 2K പ്രൈമർ ഈ വണ്ടിയുമ്പോൾ ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷമാണ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈ 2K പ്രൈമർ അപ്ലൈ ചെയ്ത ഈ ഒരു വണ്ടി ഇനിയും ഷേപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബോഡി ഫില്ലറിലിട്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതിനോട് കൂടി തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പേപ്പർ പിന്നീട് പിടിക്കുമ്പോൾ എവിടെയാണ് കട്ടാവാത്തതെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഷേപ്പ് ഔട്ടാണോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അവിടെ നമുക്ക് വീണ്ടും ബോഡി ഫില്ലർ ഇടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പാർപ്പിച്ചിരിക്കുന്നത്. 400-ൻ്റെ സാൻഡ് പേപ്പർ ഇട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ എവിടെയാണ് അതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഡോട്ട് കട്ടായി പോവാത്തതുള്ളത് ആ ഭാഗത്ത് വീണ്ടും ബോഡി ഫില്ലർ ഇട്ട് ലെവൽ ചെയ്ത് വീണ്ടും കട്ട് ചെയ്യും. അതിന് ശേഷം ഫൈനൽ കട്ടിങ് 600-ൻ്റെ പേപ്പർ ഇട്ട് കട്ട് ചെയ്യും. അതിന് ശേഷം ബേസ് കോട്ട് വരും. ബേസ് കോട്ട് വന്നതിന് ശേഷം വീണ്ടും 800-ൻ്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ടാണ് പെയിൻറ്റ് കോട്ട് വരുന്നത് കേട്ടോ. 2K പ്രൈമർ അപ്ലൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോവാം.